ഹലോ, ഇന്ന് വന്നത് ഒരു ബേബി നെസ്റ്റിൻ്റെ മേക്കിങ്ങും വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇതുപോലെ ഒരു ബേബി ബെഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വീണ്ടും ഞാൻ ചെയ്യുന്നത്. ആദ്യം ഈ ഒരു 2 ക്ലോത്തിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒന്ന് പ്രിൻ്റഡിലും ഒന്ന് വൈറ്റിലുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറമേ ഭാഗം വരിക ഈ ഒരു ക്ലോത്താണ്, പ്രിൻ്റഡ് ക്ലോത്താണ് വരിക. ഉള്ളിൽ വരിക ഇതുപോലത്തെ ഒരു പ്ലെയിൻ ക്ലോത്താണ് വരിക. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതേപോലെ നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ക്ലോത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വരിക. എങ്ങനെയാണ് റൗണ്ടായിട്ട് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ക്ലോത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനിതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു പേപ്പറിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് വരച്ചിട്ട് അതെങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്ലോത്തിലാവുമ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു പാറ്റേണിൽ ചെയ്ത് കാണിച്ചു തരുന്നത്. അതുപോലെ പാറ്റേണിൽ നമുക്ക് വരച്ച് ഞാൻ നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ബെഡിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു പാറ്റേൺ വെച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പേപ്പറിൽ ഇപ്പോൾ ഒരു ക്ലോത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ക്ലോത്ത് മടക്കേണ്ടത് ആദ്യം ഇങ്ങനെയാണ്. ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും അത് ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് അപ്പോൾ ഇതുപോലെ 4 ഇതായിട്ട് വരിക. 1 2 3 4 പീസായിട്ട് വരും. ഇതുപോലെ 4 പീസായിട്ട് വരും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്രയാണ് ഇതിൻ്റെ അളവ് നോക്കുക. ഇത് ശരിക്കും 8 ഇഞ്ച് വിടുത്തുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ 23 24 ഇഞ്ച് മതി ക്ലോത്ത് അളവ് കട്ട്. ബെഡിൻ്റെ അളവ് ശരിക്കും ഞാൻ 24 എടുക്കാറ്. അപ്പോൾ ഇത് നമുക്ക് 24 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് 8 വരുന്നത്. 8. അപ്പോൾ നിങ്ങളൊരു 8 ഇഞ്ചിലെ ഒരു ക്ലോത്ത് അല്ല ബെഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് 8 ഇഞ്ച് ഇവിടെ വെച്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതേ സെയിം തന്നെ ഇത് റൗണ്ടിൽ അളവ് എടുക്കുക. ഇവിടുന്ന് മൂവ് ആവരുത്. ഈ ഒരു ഭാഗത്തുനിന്ന് മൂവ് ആവാതെ നമ്മൾ ഇതിവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് പോലെ വെച്ച് നമ്മൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇങ്ങനെ വെക്കുക. സ്കെയിൽ മാത്രം മൂവ് ചെയ്ത് കൊടുക്കുക. ഇട്ട് വെക്കുക. ഇതുപോലെ റൗണ്ടിൽ അളവ് ക്ലോത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ അളവെടുക്കുക. അപ്പം ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ ക്ലോത്തിൽ വരയ്ക്കുക. എന്നിട്ട് വരച്ചതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത് ഇങ്ങനെ ഉണ്ടാവും. ഈ റൗണ്ടിലാണ് നമുക്ക് ക്ലോത്ത് ഉണ്ടാവുക. ഇതുപോലെ 2 പീസ് ഉണ്ടാവും. ഒന്ന് മെയിനും ഉള്ളിലത്തതും ഒന്ന് അടിയിൽ ഭാഗത്തും. അതുപോലെ 2 ക്ലോത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ക്ലോത്ത് ആദ്യം എങ്ങനെയാണോ മടക്കിയത് ഇങ്ങനെ മടക്കുക, പിന്നെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെയാണ് ക്ലോത്ത് ഞാൻ ആദ്യം മടക്കിയിട്ട് കട്ട് ചെയ്തത്. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് ഒന്നും കൂടെ മടക്കുക. ഇതുപോലെ ഒന്നും കൂടെ മടക്കുക. അത് ക്ലോത്ത് ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ക്ലോത്തിൽ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനതൊരു പാറ്റേണിൽ കാണിച്ചു തരുന്നത്. അതിനുശേഷം വീണ്ടും മടക്കുക. ഇതുപോലെ വീണ്ടും മടക്കുക. ഇങ്ങനെ ആദ്യം ഒരു മടക്കി നമ്മൾ ആദ്യത്തെ ക്ലോത്ത് മടക്കി കട്ട് ചെയ്തു. പിന്നെ അത് രണ്ടാമതും മടക്കി, പിന്നെ മൂന്നാമതും മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ക്ലോത്തിലാണെങ്കിൽ നല്ലോണം അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടയാളങ്ങൾ വരും. അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ നിങ്ങളിങ്ങനെ
ഇതുപോലെ കിട്ടണം നമുക്ക്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടണം. ക്ലോത്തിലും കിട്ടണം. അയൺ ചെയ്ത് കഴിയുമ്പോൾ ക്ലോത്തിലും നമുക്ക് ഇതുപോലെ കിട്ടണം. ഇതിൽ നമ്മൾ അടുത്തത് അടയാളപ്പെടുത്തുക. ഇതിങ്ങനെ സെൻറ്റർ ഭാഗത്ത് പിടിച്ചിട്ട് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ 4 ഇഞ്ച് 4 ഇഞ്ചിൽ കൊടുക്കുക. ഫുൾ റൗണ്ടിൽ 4 ഇഞ്ച് കൊടുക്കുക. ഇതുപോലെ റൗണ്ട് 4 ഇഞ്ച് കൊടുക്കുക. റൗണ്ടായിട്ട് അതിങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. അതായത് ഇതിൻ്റെ നടുഭാഗം, ബെഡിൻ്റെ നടുഭാഗമാണത്. ഈ ഒരു ഭാഗം ഇങ്ങനെ വരയ്ക്കുക. ഒരു ഇഞ്ച് വിടണം. ഫുള്ള് സ്റ്റിച്ച് ചെയ്യരുത്. 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വിടുക. ഇത് വിടുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേ കൂടാണ് ഫോം നിറയ്ക്കുക. ഫോം ഇതിലേ നിറച്ചിട്ട് ഈ ഒരു ഭാഗം ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഉള്ളിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഫോം നിറയ്ക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതാ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ അടയാളം കാണുന്നില്ലേ നിങ്ങൾ, ഇവിടെ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് ക്ലോത്തിലാവുമ്പോൾ ഒരു 8 ഇഞ്ചോ 9 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടുത്തെ സ്പേസ് നോക്കിയിട്ട് വേണം ഇവിടെ അളവ് കൊടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് കൊടുക്കണം. പിന്നെ അവിടുന്ന് കുറച്ച് സ്പേസ് ഇവിടെ വിടണം നമുക്ക് ലൈസ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ സ്പേസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ അളവെടുക്കാൻ, അല്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ അളവ് കൊടുക്കരുത്. അപ്പോൾ എനിക്ക് തുണിയിൽ ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഇത് പേപ്പറിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ചിൽ കൊടുക്കുക. 2 ഇഞ്ചിൽ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ 2 ഇഞ്ച് കൊടുക്കുക. റൗണ്ട് 2 ഇഞ്ച്. അതും ഇതുപോലെ തന്നെ ഫുള്ള് റൗണ്ടായിട്ട് 2 ഇഞ്ച് തന്നെ കൊടുക്കുക. ഇതുപോലെ റൗണ്ട് 2 ഇഞ്ച് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഇതിപ്പോൾ എങ്ങനെ വരക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇവിടെ ഒരു അടയാളം വന്നിട്ടില്ലേ, ഈ ഒരു അടയാളത്തുമ്പോൾ കൂടാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മളിപ്പോൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടേക്ക് ഇങ്ങനെ വരക്കുക. അതിനാണ് നമ്മൾ ആദ്യം അയൺ ചെയ്തിട്ട് ഈ ഒരു അടയാളം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഇതേപോലെയാണ് നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ 2 ഇഞ്ചിൽ കൊടുത്തിട്ട് ഇത് ഇവിടെയൊക്കെ നമ്മൾ ഫോം നിറച്ച് വരണം. ഈ ഒരു കള്ളിയിലൊക്കെ ഫോം നിറച്ച് വരണം. ഫുൾ ഫോം നിറച്ചതിന് ശേഷം ഇവിടെ ഫുൾ സ്റ്റിച്ച് ചെയ്യാം. ഇത് ഫുള്ളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം. ഇത് ഫുൾ ഫോം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് വീണ്ടും ചെറുങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. അത് നമുക്ക് കയറിടാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്പേസ് നമുക്ക് 2 ക്ലോത്തും മടക്കിയിട്ടും പിന്നെ അതേപോലെ തന്നെ
ലൈസ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് ഇത്. നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. തീരെ എന്താ പറയുക, വീഡിയോസ് ഫുള്ള് കാണാതിരിക്കരുത്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും കാണിച്ചു തന്നത്. വീഡിയോസ് അത്രയും ലെങ്തി ആണെങ്കിലും ഇത് കാണിച്ചു തന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക. ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. പാറ്റേണിൽ ഞാൻ ചെയ്ത അതേപോലെ തന്നെ ഇതിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യമായി നടുക്കൊരു സർക്കിൾ ഞാൻ വരച്ചു. ഒരു സർക്കിൾ വരച്ചിട്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൽ ഫോം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിറച്ചതിന് ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഞ്ഞി കള്ളികൾ കണ്ടോ നിങ്ങൾ വരച്ച് വെച്ചത്. ഈ ഒരു കുഞ്ഞിക്കള്ളിയിൽ നമ്മൾ ഫുള്ള് ഫോം നിറച്ച് വരണം. ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാവൂ കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ഫോം ഈ ഒരു കള്ളി ഫുള്ള് നിറച്ചതിന് ശേഷം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഞാനിത് പാറ്റേണിൽ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വരച്ചു എടുത്തിട്ടുണ്ട്. നിങ്ങൾ പാറ്റേൺ തീരെ ഫുള്ള് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളും കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഞാൻ ചെയ്ത് വരാം. ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫോം നിറച്ചിട്ട് ഇവിടെ അതേപോലെ കുഞ്ഞിയായിട്ട് നിറച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു ഭാഗം 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കൊടുത്തിട്ട് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് വരിക. ഫുൾ റൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ കയറിന് വേണ്ടി ഓപ്പണ് വേണ്ടിയത് അവിടെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ട് അതിലാണ് നമ്മൾ കയറ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇവിടെ ഒരു ഇത് വരുന്നുണ്ടല്ലോ, 2 ക്ലോത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 ഭാഗം നമ്മൾ ഒന്നെങ്കിൽ മടക്കി കൊടുത്തോ, ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തോ, അല്ലെങ്കിൽ ലോക്ക് ചെയ്തോ, ഇനി ലൈസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇനി ആദ്യം ഞാൻ ഈ 2 ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇതിലേക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ 1.5 ഇഞ്ചൊന്നും എടുത്തിട്ടില്ല. ഞാൻ സാധാരണ അടിക്കുന്ന ഒരു അളവിൽ വെച്ച് അടിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1.5 ഇഞ്ചൊക്കെ വെച്ചിട്ട് അടിക്കാം. പിന്നെ അടിച്ച് നമുക്ക് ആവുമ്പോൾ ഏകദേശം എത്ര അടിക്കണമെന്നൊക്കെ മനസ്സിലാവും. ഞാൻ ഈ ഒരു വിഡ്ത്തിലാണ് എനിക്ക് ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യാറ്. ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, ഇതിൻ്റെ എൻഡ് ഈ ഒരു ഭാഗം നമുക്ക് അടിക്കണം. അതിന് ഇതേപോലെ ഒരു ലൈസ് വെച്ചിട്ട് ഇതിനും കാട്ടി വീതി വെച്ചിട്ട് അല്ലെങ്കിൽ പൈപ്പിങ്ങോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിതിപ്പം കസ്റ്റമർ ഈ ഒരു ലൈസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു ലൈസ് വെക്കുകയാണ്. ഇത് നമുക്ക് ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഞാനിതിങ്ങനെ ചെറിയ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇത് കണ്ടോ, ഇതുപോലെ തെമ്പത്തിൽ ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അത് ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവും ലാസ്റ്റ്. പൈപ്പിംഗ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലാസ്റ്റ് ഞാനിത് എങ്ങനെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് തരാം. ഭയങ്കര സ്പീഡ് കൂടുതൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് നാളെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ ചെയ്യാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ ചെയ്യുന്നത്. പിന്നെ ഇത് ബെഡ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് കൊണ്ട് എനിക്ക് സ്പേസ് കുറവാണ്. അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് കാണിച്ചു തരാൻ പറ്റാത്തത്. എങ്ങനെയായാലും ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഉൾഭാഗം അങ്ങനെ കിടക്കുന്നത്. ഇനി ലാസ്റ്റ് ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിതപ്പം കാണാം, ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഫോമൊക്കെ നിറച്ച് വന്നിട്ടുണ്ട്. ഈ ഭാഗം, അതായത് സെൻറ്റർ ഭാഗം ഇതുപോലെ ഫോം ഫില്ല് ചെയ്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നിങ്ങൾ പാറ്റേണിൽ കണ്ട പോലെ തന്നെ ചെറിയ കുഞ്ഞി കള്ളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെയും ഫോം നിറച്ചു. ഫോം ഇവിടെ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം.
കണ്ടോ, ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇത് എന്നിട്ട് ലാസ്റ്റ് മാത്രം നമ്മളിതുപോലെ ഈ ഒരു ബ്ലൂ അടയാളം കണ്ടോ, ഈ റൗണ്ട് ഫുള്ളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം. ഫുള്ള് റൗണ്ടും സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ 1.5 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും റൗണ്ടായിട്ട് അടിക്കുക. എന്നിട്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിടാൻ വേണ്ടിയിട്ടാണ്. കയറിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം അടിച്ചെടുക്കുക. ഇങ്ങനെ 4 സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ബെഡ് ചെയ്യുക. എനിക്ക് ഇതെന്ന് വെച്ചാൽ അത്രയും വലിയൊരു ബെഡാണ്, സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.